ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. വിട്ട് ഇച്ചിരി ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. നല്ല സൂപ്പർ ഫുഡ്. ഇവിടുന്ന് മസ്റ്റായിട്ട് ഫുഡ് ട്രൈ ചെയ്യണം ഗൈസ്. നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് നമ്മൾ യാത്ര തിരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞത് നമുക്ക് വീണ്ടും നിർത്തേണ്ടി വന്നു ഗൈസ്. എന്തിനാണെന്നോ, ഒരേ ഫുഡ് ആയി മാത്രം. അരമണിക്കൂർ പോലും ആയില്ല യാത്ര തുടങ്ങിയിട്ട്. ചായ, ചോറ്, കാപ്പി, കടികൾ, ഇത് ഇവയൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഉറങ്ങിപ്പോയെന്ന്. ഇത് ഉറക്കമല്ല വൈസ്, ഇത് ആക്ടിംഗ് ആണ്. ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് എല്ലാവരും. ഏത് റീലാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, 8 മിനിറ്റേ ഉള്ളൂ ഇനി. കാട്ട് വഴിയിലെ കൂട്ടുവിള ആന വന്നിട്ടുണ്ടെങ്കിലേ ആനനെ കെട്ടിപ്പിടിക്കും. ഇന്ന് ആന ലീവാ. ഇന്ന് ഞായറാഴ്ച റെസ്റ്റ് എടുക്കുന്ന ദിവസം. ഇതല്ല അതേ ജീവ ജിലാഫ്. ഇനിയും ചായയോ? ഓ മൈ ഗാഡ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് 1 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തി. വിട്ടിട്ട് 3 മണിക്കൂറായി. 2 ചായ പീടിയാ, 1 ചോറ് പീടിയാ, ബിരിയാണി, ഒരു ഉണ്ടംപൊരി, 1 ബിരിയാണി. ഇത് തന്നെ പണി. സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ് ഗൈസ് ഞങ്ങൾ. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. ഇതാണ് നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡ്. മിനി സ്വിറ്റ്സർലാൻഡിലെ പാർക്കിംഗ് ഏരിയ ആണ്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ ഫേമസ് ബജി കട. സ്വിറ്റ്സർലാൻഡിലേക്കുള്ള വഴി. അയ്യോ, പറന്ന് പോകാതെ അടങ്ങി നിൽക്കും. അങ്ങനെ നമുക്ക് വായിക്കണ്ടിക്കലൊന്ന് അടങ്ങി നിൽക്കണ്ടേ. സ്വിറ്റ്സർലാൻഡ് കാണാൻ വരുന്ന സഞ്ചാരികളുടെ സ്ഥലത്തേക്ക് വാഹനം മെയിൻ റോഡിന്റെ അങ്ങനെ നമ്മുടെ റീൽസിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിൽ, കേരളത്തിലെ സ്വിറ്റ്സർലാൻഡിൽ ഞങ്ങളും എത്തി ഗൈസ്. ഞങ്ങളും എത്തി. കയറി വരുമ്പം തന്നെ നല്ല ശുദ്ധ വെള്ളമായിട്ടുള്ള തെളിഞ്ഞ വെള്ളത്തിൻ്റെ ഒരു തടാകമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എൻട്രൻസിൽ തന്നെ മാങ്ങ, പൈനാപ്പിളൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ. ആ ഫ്രഷ് മാങ്ങ, പൈനാപ്പിൾ മാങ്ങിയോ? ആ കറ കഴിക്കട്ടെ, ചൂട് കറ കഴിക്കാം. കാറ്റാ. ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് നല്ല ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ചായയും ഒക്കെ കുടിക്കുമ്പോഴുള്ള സുഖം ആഹാ, അത് വേറെ ലെവലാണ്. മെല്ലെ ഒന്ന് മാത്രം, ഒറ്റ ഒന്നെടുക്കും. കാറ് അപ്പോൾ പോണ നല്ല തക്ക സമയത്ത് നമുക്ക് വേണ്ടതുപോലെ തന്നെ നല്ലൊരു മഴയും വന്നു കഴിച്ചു. മിനി സ്വിറ്റ്സർലാൻഡിൽ വന്ന് മഴ പെയ്തപ്പോൾ ഇങ്ങനെ പുഴയുടെ വക്കത്തായിട്ട് മൊത്തത്തിൽ പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന ഈ പുൽമേട് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. സത്യം പറയാലോ, സ്വിറ്റ്സർലാൻഡിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവമായിട്ട് ഭയങ്കര സാമ്യം തോന്നും. അതുകൊണ്ട് തന്നെയായിരിക്കും മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പേരിട്ടത്. ഇവിടുന്ന് ഓടിച്ചാടി കളിക്കാൻ എത്ര പേര് വന്നു കഴിഞ്ഞാലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. പറ്റിയ സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്. ഇന്ന് ഉദ്ദേശിച്ച വൈകിട്ട് തിരിച്ചെത്തോന്നാ. ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ടൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അങ്ങനെ ഞാനിപ്പോൾ ഓടി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? വരൂ, കാണിച്ചു തരാം. പഴംപൊരി, പശു, മഴ, നല്ല വൈബ്. വെള്ളത്തിലിടാൻ
ഇല്ല കളർ അടിച്ച കോഴിക്കുഞ്ഞിനെ പോലെ ചിരിച്ചേ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഞങ്ങൾ അർമാദിച്ച് ഗൈസ്. ഒരുപാട് ഫുഡ് കഴിച്ചു, ഒരുപാട് ഓടിച്ചാടി കളിച്ചു, വെള്ളത്തിലിറങ്ങി കളിച്ചു, എന്തൊക്കെ ചെയ്യണം അവിടെയൊക്കെ ഇവിടെ ചെയ്യുക. നല്ല മഴയും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫീലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലി ഉണ്ട് ഇവിടെ ശരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ എത്ര ആൾ വന്നു കഴിഞ്ഞാലും ഓരോ സ്ഥലത്ത് സ്പ്ലിറ്റായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുടെ എണ്ണം മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട്, പുതിയ വിശേഷങ്ങളുമായിട്ട്, പുതിയ ട്രിപ്പ് പ്ലാനുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.